അല്ല, അങ്ങനെ നമുക്ക് മരണം വരെ എന്താ വരാമെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ ഞാൻ ഈ എടുക്കുന്ന നിലപാടിലൊന്നും മാറ്റമൊന്നും BJP-യിലേക്ക് പോകുമോ? ഒരു കാര്യത്തും പോകില്ല. റിപ്പോർട്ട് കണ്ടില്ല. അത് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു, ഞാൻ ഒരിക്കലും BJP-യിലേക്ക് പോകത്തില്ല. സംസ്ഥാന സർക്കാരിന്റെ ദില്ലിയിലെ മുൻ പ്രതിനിധി KV തോമസ് മാഷ് റിപ്പോർട്ടർ TVക്കൊപ്പം ചേരുകയാണ്. മാഷെ, ദീർഘകാലത്തെ ഒരു പ്രവർത്തനം, പിന്നീട് ദില്ലിയിലുണ്ടായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായി, ഇപ്പോൾ അതൊക്കെ അവസാനിച്ച് ഒഴിഞ്ഞിരിക്കുകയാണ് പദവി. ശരിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റിയെന്നാണ് അങ്ങ് കരുതുന്നത്? അല്ല, എനിക്ക് ഉള്ള ബന്ധങ്ങൾ അത് രാഷ്ട്രീയത്തിന് അതീതമായ ബന്ധമാണ്. ഇപ്പോൾ 2009 ഞാൻ ഇവിടെ വരുമ്പോൾ അന്ന് നരേന്ദ്രമോദിയായിട്ട് അടുപ്പമുണ്ട്. കാരണം വ്യക്തിപരമായ അടുപ്പമുണ്ട്. 2001 ഞാൻ സംസ്ഥാന നിയമസഭയിൽ അംഗമായിരുന്ന കാലത്ത് അന്ന് വാജ്പേയിയുമായിട്ടും അദ്വാനിയായിട്ട് ബന്ധമുണ്ട്. അന്ന് നരേന്ദ്രമോദി ഗുജറാത്ത് ചീഫ് മിനിസ്റ്ററാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ആയിരക്കണക്കിന് സ്ത്രീകൾ അവിടെ ഫീഡിങ്ങിന് പോകുന്നു, മത്സ്യഫീഡിങ്, അവരുടെ പ്രശ്നങ്ങൾ. അപ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നു. ഞാൻ അവിടെ അദ്ദേഹത്തെ പോയി കാണും. പിന്നീട് 2014 വന്നപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രി, ഞാൻ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനായി. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യേണ്ടി വന്നു. അതാണ് അന്ന് ഡിമോണിറ്റൈസേഷൻ നടന്നപ്പോൾ ഈ കമ്മിറ്റിയുടെ മുമ്പിൽ കൊണ്ടുവരും അദ്ദേഹത്തിന് ഞാനെന്ന് പറഞ്ഞു. മറ്റൊന്ന്, ഞാൻ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഈ ഫുഡ് ഗ്രെയിൻസിൻ്റെ പ്രൈസ് ചെയ്യിക്കുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ അദ്ദേഹമായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് വർക്ക് ചെയ്തു. അങ്ങനെ ആ ബന്ധം വളരെ മുന്നോട്ട് പോകാം. അതുപോലെയുള്ള ബന്ധങ്ങൾ ഈ പ്രത്യേകിച്ച് BJP RSS നേതാക്കളുമായി അങ്ങക്ക് വ്യക്തിബന്ധങ്ങളുണ്ട്, അത് ഗുണകരമായോ? അല്ല, അതൊക്കെ നമ്മൾ എല്ലാ കാര്യത്തിലും ഉപയോഗിക്കേണ്ട കാര്യം. ഉദാഹരണം, ഞാൻ ടൂറിസം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് അദ്വാനിയും വാജ്പേയിയും ഉള്ളത്. കുമ്പളങ്ങി കേരളത്തിലെ ആദ്യത്തെ ടൂറിസം ഗ്രാമമാണ്, മോഡൽ ടൂറിസം ഗാമമാണ്. അന്ന് അദ്ദേഹം അതിന് ഫണ്ട് തന്നു. ഡോക്ടർ സോംബാൽ പ്ലാനിംഗ് കമ്മീഷൻ മെമ്പർ അയച്ചു. അതുപോലെ ഫിഷറീസിന് 240 കോടി രൂപയാണ് അന്ന് കടബാധ്യത എഴുത്തെല്ലാം തന്നത്. ഈ പ്രത്യേക പ്രതിനിധിയായിരുന്ന സമയത്ത് ഈ RSSും BJP-യുമുള്ള വ്യക്തിബന്ധങ്ങൾ ഗുണം ചെയ്തു എന്ന് തോന്നിയോ? തീർച്ചയായിട്ടും. നമ്മുടെ ആവശ്യത്തിനല്ലേ പോവുള്ളൂ. നമുക്ക് സ്റ്റേറ്റ് അല്ല, വ്യക്തി താല്പര്യത്തിനല്ല. നമുക്ക് സ്റ്റേറ്റിന് ഇപ്പോൾ ഉദാഹരണമായിട്ട് നിർമ്മലാ സീതാരാമൻ എത്രയോ കാര്യങ്ങളിൽ സഹായിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ ഏറ്റവും ഓർക്കുന്നത്, ഞാൻ എൻ്റെ ട്രസ്റ്റ് മീറ്റ് ദ ഗ്രേറ്റ് അച്ചീവേഴ്സ് എന്ന പരിപാടി വെച്ചിരുന്നു. അതിലൊന്ന് നിർമ്മലാ സീതാരാമനാണ്. രാവിലെ 11 മണിക്ക് സെൻറ്റ് തെരേസയിലെ പരിപാടി. 40 കോളേജിൽ വിദ്യാർത്ഥികളുണ്ട്. പക്ഷേ അവരുടെ ഫ്ലൈറ്റ് ഡിലേഡായി. അപ്പോൾ ഞാൻ പറഞ്ഞു, വേണമെങ്കിൽ ഞാൻ മാറ്റി വെക്കാം. അപ്പോൾ അവർ വേണ്ട, വൈകുന്നേരം ഞാൻ വരാം. ഒരു 4 മണിക്ക് വന്ന പരിപാടി അറ്റൻഡ് ചെയ്തിട്ട് നേരെ പോയത് വാഷിംഗ്ടൺ DC-യിലേക്കാണ്. അപ്പോൾ നമുക്കിതുപോലെ ഓരോ കാര്യങ്ങളിലും ചെയ്യാവുന്ന കാര്യങ്ങളിലൊക്കെ അതിൻ്റെ അകത്ത് വികസന കാര്യത്തിൽ നമുക്ക് ഒരു അമിതമായ രാഷ്ട്രീയമല്ല, അത് നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ്. മാഷേ, ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട കാര്യം, അങ്ങയുടെ അനുഭവ പരിചയം അത് മറ്റ് സംസ്ഥാനങ്ങൾ കൂടി ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് തമിഴ്നാടൊക്കെ അങ്ങേ ആവശ്യപ്പെടുന്നു എന്ന റിപ്പോർട്ടുകൾ. ഗവൺമെൻറ്റായിട്ടൊന്നുമല്ല, അവിടുത്തെ ചില സുഹൃത്തുക്കൾ ഞാനുമായിട്ട് ബന്ധമുള്ള ആരും വന്നിട്ട്, പക്ഷേ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. അപ്പോൾ അവർ പലരും ഇപ്പോൾ ഇത് കഴിഞ്ഞ് പിന്നെ മാഷ് ഇവിടെ ഉണ്ടാവുമല്ലോ, നമ്മളിവിടെ അങ്ങനെയാണ് ഞങ്ങളുടെ കാര്യത്തിലൊക്കെ ചെയ്യാൻ പറ്റുമോ. പ്രത്യേകിച്ച് വിജയ് പുതിയൊരു മുഖ്യമന്ത്രിയായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നാമത് ഒഫീഷ്യലായിട്ട് ആരെങ്കിലും എന്നെ അറിയിക്കണം. അങ്ങനെ പ്രപ്പോസൽ വന്നാൽ തീർച്ചയായിട്ടും എന്നൊരു മെൻറ്റർ, എൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ള കാലഘട്ടത്തിൽ എന്നെ കൈപിടിച്ചു വരുത്തി സീതാറാം യെച്ചൂരി ബേബിയും പിണറായി വിജയനുമാണ്. അപ്പോൾ അവരോട്, പിണറായി വിജയനോടും ബേബിയോടും ഞാൻ ചോദിക്കണം എന്ത് വേണം എന്നുള്ള. കാരണം അവരോട് ഒരു അനുവാദം ചോദിക്കുന്ന മര്യാദയാണ്. പക്ഷേ ഞാൻ ഡൽഹിയിലുണ്ടാവും, അത് ഞാൻ പറഞ്ഞു, ഞാൻ ഡൽഹിയിലുണ്ടാവും. കാരണം അങ്ങനെ ഇട്ടുകൊണ്ട് പോകാൻ എനിക്ക് ഒത്തിരി ബന്ധങ്ങളുണ്ട്, ഒത്തിരി കാര്യം ചെയ്യുന്നു. ഇപ്പോൾ ഇവിടുന്ന് എമിഗ്രേഷൻ പ്രശ്നങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ ജർമ്മനിയിലേക്ക് പോകുന്ന നേഴ്സുമാർ, അതുപോലെ നമ്മുടെ കേരളത്തിലെ കോളേജസ് അവരുടെ സഹായങ്ങൾ, ഇങ്ങനെ നമ്മുടെ ബിസിനസ് കമ്മ്യൂണിറ്റിയുടെ സഹായങ്ങൾ, അങ്ങനെ വരുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് അവരെൻ്റെ അടുത്ത് വരും. അത് വിജയുടെ തമിഴ്നാട് സർക്കാരുമായി ബന്ധപ്പെട്ട നിൽക്കുന്ന സുഹൃത്തുക്കൾ അങ്ങയോട് ചോദിച്ചു? അത്രയേ ഉള്ളൂ. അല്ല, വിജയല്ല. അതുകൊണ്ടാണ് ഞാൻ അവരോട് പറഞ്ഞു. നേരിട്ട് പിന്നീടല്ലേ എനിക്ക് അവരുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നതാണ്, അതെനിക്കറിയാം. ആദ്യമായിട്ട് അങ്ങയുടെ ഒരു ഇൻറ്റിമേഷൻ എടുക്കണം. അതിൻ്റെ ആളുകൾ ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പ്രപ്പോസൽ അയക്ക്, പിന്നെ മുഖ്യമന്ത്രി അറിഞ്ഞില്ല നമുക്കറിയത്തില്ല. ഒഫീഷ്യൽ കാര്യം ഇവർ പറഞ്ഞുകൊണ്ട് കാര്യമായില്ലല്ലോ. ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളാണ്, അതറിയാം എനിക്ക്. കാരണം അവരവിടുത്തെ പ്രമുഖരായ ആളുകളാണ്, അവിടുത്തെ എല്ലാവരും. മറ്റ് സംസ്ഥാനങ്ങളേതെങ്കിലും ബന്ധപ്പെട്ടോ? മറ്റ് ചില സംസ്ഥാനങ്ങളിൽ സുഹൃത്തുക്കളുണ്ടല്ലോ എനിക്ക്. ഇപ്പോൾ ഹിമാചലിൽ ചില സുഹൃത്തുക്കളുണ്ട്, പഞ്ചാബിൽ ചില ഒരു കാര്യം മാഷ് ഇപ്പോൾ ശരിക്കും പറഞ്ഞ ഇടതുപക്ഷ അനുഭാവി എന്ന നിലയിലാണ്. കോൺഗ്രസ് വിട്ടിട്ടില്ലെങ്കിലും എങ്കിലെങ്കിലും ഈ മരണം വരെ ഇടതുപക്ഷ അനുഭാവിയായി തുടരുമോ? അങ്ങനെ ജീവിതത്തിൽ മരണം വരെയൊക്കെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. അതെ, അവരുമായിട്ടുള്ള ബന്ധം
അത് ഒരു കാര്യം തുടരും. ഞാൻ ഒരു ഇടതുപക്ഷ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റാണ്. അതിപ്പോൾ തുടങ്ങിയതല്ല, അന്ന് മുതൽ പ്രവർത്തനകാലം. പിണറായിയായിട്ട് അടുപ്പം ആ ബന്ധം, പിണറായിയുടെ വ്യക്തിബന്ധം തുടരും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലീഡർ കഴിഞ്ഞാൽ മരണം വരെ ഇടതുപക്ഷ അനുഭാവിയായി തുടരുമെന്ന് പറയില്ല. അല്ല, അങ്ങനെ നമുക്ക് മരണം വരെ എന്താ വരാമെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ ഞാൻ ഈ എടുക്കുന്ന നിലപാടിലൊന്നും മാറ്റൊന്നും BJP-യിലേക്ക് പോകുമോ? ഒരു കാര്യത്തും പോകില്ല. റിപ്പോർട്ട് കണ്ടില്ല. അത് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു, ഞാൻ ഒരിക്കലും BJP-യിലേക്ക് പോകത്തില്ല, ഞാൻ മറ്റൊരു പാർട്ടിയിലും പോവില്ല. ഞാനൊരു കോൺഗ്രസ് മൈൻഡഡായ കോൺഗ്രസ്സുകാരനാണ്, ചരിത്രമുള്ള ഒരാളാണ്, പാരമ്പര്യമുള്ള ആളാണ്. തിരിച്ച് കോൺഗ്രസ്സുകാർ വിളിച്ച മാഷ് തിരിച്ചു പോകും? ആ ഒരു സാഹചര്യം ഇല്ല. അല്ല, ഞാൻ ചോദിക്കുക, എല്ലാം ഹൈപ്പോത്തറ്റിക്കലാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം എനിക്ക് ആകെ അതിന് സോണിയാജിയായിട്ടാണ്. എന്റെ വൈഫ് കേസൊക്കെ അങ്ങേയോട്ട് സൗഹൃദമൊക്കെ ഉള്ള ആളുകളാണ്. അപ്പോൾ ഒരു പക്ഷേ ഒരു ക്ഷണം വന്നാൽ, തിരികെ വരണം എന്നൊരു ആവശ്യം വന്നാൽ പോവുമോ മാഡമൊക്കെ പറഞ്ഞാൽ? അങ്ങനെ ഒരു ഹൈപ്പോത്തിക്കലായിട്ട് പറയാൻ പറ്റും. ആ ബന്ധങ്ങൾ നിലനിർത്തുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് മാഡത്തിൻ്റെ മെസ്സേജ് വന്നു, പല മെസ്സേജ് വന്നിരുന്നു. അപ്പോൾ ആ ബന്ധം എനിക്ക് സോണിയാജി ഏറ്റവും ഞാൻ റെസ്പെക്ട്ഫുള്ളായിട്ട്. ഇപ്പോൾ ഇന്ന് പിന്നെ രാജീവ് ഗാന്ധിയുടെ 35ാം ചരമവാർഷികം ഞാനിന്നൊരു എന്നെ ഫേസ്ബുക്കിൽ കൊടുത്തു. കാരണം ഞാൻ നേരിട്ട് കണ്ടൊരു ചെറുപ്പക്കാരനായ എനർജറ്റിക് പ്രൈം മിനിസ്റ്റർ, ഐ ആം യങ് ആൻഡ് ഐ ഗോട്ട് എ വിഷൻ എന്ന് പറഞ്ഞു. തിരിച്ച് കോൺഗ്രസിൽ പോകില്ല എന്ന് പറയുന്നില്ല. അല്ല, പോകുന്നൊന്നും പറയില്ല, പോകുന്നൊന്നും പോയില്ല. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആലോചിക്കാം ആ സമയത്ത്. പക്ഷേ BJP പോവില്ല മാഷ്? ഞാൻ വ്യക്തമായി പറഞ്ഞാൽ BJP പോകുന്നു. കാരണം BJP മാത്രമല്ല, ഞാനൊരു കോൺഗ്രസ് മൈൻഡഡ് കുടുംബത്തിൽ, എൻ്റെ വീട്, എൻ്റെ നാടൊക്കെ കോൺഗ്രസ് മൈൻഡ്. മാഷ് മരിക്കുമ്പോൾ ഈ എന്താ പറയുക, ത്രിവർണ്ണ പതാക പുതച്ച് മരിക്കുകയാണ് ആഗ്രഹം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് കോൺഗ്രസ്സുകാർ. അങ്ങനെ ഇപ്പോഴും ആഗ്രഹിക്കുന്ന ആളാണ്. അങ്ങനത്തെ അതിപ്പോൾ അവരിൽ അന്നത്തെ സമയത്തിൽ തീരുമാനിക്കുന്നത്. ഞാൻ പറയാറുണ്ടല്ലോ, അങ്ങനെയൊന്നും ഞാൻ പറയില്ല. അങ്ങനെ പറയാൻ പറ്റൂ? ഞാൻ മരിക്കുമ്പോൾ എൻ്റെ മക്കളല്ലേ തീരുമാനിക്കണം എന്താണെന്ന്. ഇപ്പം എൻ്റെ വൈഫ് മരിച്ചപ്പോൾ ഒരു അലങ്കാരം ഉണ്ടായില്ല. വൈഫിൻ്റെ ആഗ്രഹം അതായിരുന്നു. വീർത്ത് വെച്ചില്ല, ഫോട്ടോ എടുത്തില്ല. അതിൻ്റെ എക്സ്പെൻസസ് മുഴുവൻ വയനാട്ടിലേക്ക് ഞങ്ങൾ 5 ലക്ഷം രൂപ കൊടുത്തു. പക്ഷെ ചിലർ പറയാറുണ്ട്, എനിക്ക് കോൺഗ്രസിന്റെ പതാക പുതച്ച് കിടക്കണം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. മാഷ് ആയുരാരോഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥന. നല്ലൊരു വെള്ളം ചട്ടുമുണ്ടൊക്കെ കതറേ പോയിക്കൊണ്ട് അത് വ്യത്യാസം ഉണ്ടാകും. ഏതായാലും വളരെ പ്രധാനപ്പെട്ട പ്രതികരണമാണ്. ഒരിക്കലും BJP-യിലേക്ക് പോകില്ല, ഒരിക്കലും BJP-യിലേക്ക് പോകില്ല. പക്ഷേ മരണം വരെ ഇടതുപക്ഷ അനുഭാവിയായിരിക്കുമെന്നും തൽക്കാലം പറയാൻ ഇപ്പോൾ കഴിയില്ല എന്നുകൂടി മാഷ് പറഞ്ഞു വയ്ക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോടൻ, റിപ്പോർട്ടർ ദില്ലി.